അപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്, എന്റെ പൊന്നുമോൾക്ക് നരകം ഹറാമാണ്. ഈ മഹദിയുടെ ചരിത്രമല്ലേ നമ്മൾ പഠിക്കേണ്ടത് പെങ്ങളെ? ചരിത്രമല്ലേ നമ്മൾ പഠിക്കേണ്ടത്? ഇവരുടെ ചരിത്രമല്ലാതെ പിന്നെ ആരുടെ ജീവചരിത്രമാണ് പഠിക്കാൻ പോകുന്നത്? ദേശാവൃത്തിക്ക് ബാംഗ്ലൂർ ലോഡ്ജിൽ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയൽ നടിയുടെ ജീവചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാര്, കാവ്യാമാധവന്റെ കല്യാണം നഷ്ടപ്പെട്ടു പോയതിന്റെ സങ്കടം തീർക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, സാനിയ മിർസ പ്രസവിക്കാറായോ എന്ന് പത്രം നിവർത്തി വെച്ചിട്ട് ആവേശത്തോടെ ചികഞ്ഞന്വേഷിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാര്, ഇങ്ങനെ ഒരുപാട് സ്ത്രീകളുടെ ചരിത്രം ജഗന്യന്വേഷിക്കുമ്പോ ഒരിക്കലും നിങ്ങൾ മറക്കല്ലേ, മദീനയുടെ മണവാളന്റെ മനസ്സിന്റെ മലർവാടിയുടെ പരിശുദ്ധമായ പൂമുട്ടുമുല്ലയായ അല്ലാഹുവിന്റെ റസൂലിന്റെ തങ്കക്കുടമായ മഹദിയായ ഫാത്തിമ ലോകത്ത് ഇതുപോലെ സ്നേഹിച്ച ഒരു പിതാവിനെയും മോളെയും ലോകത്തൊരിക്കലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇതുപോലെ സ്നേഹിച്ച ഒരു ഉപ്പയെ, ഇതുപോലെ സ്നേഹം കൊടുത്ത ഒരു മോളെ, ഇതുപോലെ സ്നേഹം പങ്കുവെച്ച ഉപ്പയെയും മോളെ, എന്റെ പ്രിയപ്പെട്ടവരെ, ലോക ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. അത്രത്തോളം സ്നേഹമായിരുന്നു, അത്രത്തോളം അടുപ്പമായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു വന്നാൽ വഖാമ ഇലൈഹാ ആ മഹദിയെ സ്വീകരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. അത്രേ ആദരവ് കൊണ്ട്, സ്നേഹം കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. ഇവിടെ നഷ്ടപ്പെട്ടു പോയത് അല്ലാഹുവിന്റെ റസൂലും പ്രിയപ്പെട്ട മകളും തമ്മിൽ ഒരല്പമെങ്കിലും അകന്നിരുന്നത് ഒരു സമയത്താ. അത് ഹിജ്റയുടെ വേളയിൽ മാത്രമായിരുന്നു. പിന്നെ അകന്നിരുന്നിട്ടില്ല. ഹിജ്റയുടെ വേളയിൽ അള്ളാന്റെ ഹബീബും തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളും തമ്മിൽ കുറച്ച് അകലമുണ്ടായി. കാരണം മക്കയിൽ നിന്ന് മദീനയിലേക്ക് അള്ളാന്റെ റസൂല് പലായനം ചെയ്തു ഹിജ്റ പോയപ്പോ കൂടെ ഫാത്തിമ റളിയല്ലാഹുവിനെ കൊണ്ടുപോകാൻ അള്ളാഹു അനുവാദം കൊടുത്തിരുന്നില്ല. അള്ളാന്റെ റസൂലും വലങ്കയ്യായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരുമിച്ച് പോകുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ മക്കയിൽ ഒറ്റയ്ക്കാവുകയാണ്. പൊന്നാര നബിതങ്ങളെ കൊന്ന് കഴുത്തറുത്ത് വെക്കാൻ ആർത്തി പൂണ്ട ശത്രുക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് വളഞ്ഞിരിക്കാണ് കൊലപ്പെടുത്താൻ. ആ സമയത്ത് ഈ ആയത്തോതിയിട്ട് ശത്രുവിന്റെ കണ്ണുകളിലേക്ക് പൊടിമണ്ണ് വാരിയിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സുരക്ഷിതനായി പരിശുദ്ധ മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ മക്കയിൽ ഒറ്റപ്പെട്ടു പോയി ആര്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. യാത്ര ചോദിക്കുമ്പോ മഹദിയോട് പറഞ്ഞു, മോളെ നീ സങ്കടപ്പെടണ്ട, നിന്നെ കൊണ്ടുപോകാൻ വളർത്തുമകനായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നു. നിന്നെ കൊണ്ടുപോകാൻ എന്റെ സെയ്ദുണ്ട്, വിഷമിക്കണ്ട. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെയും കൊണ്ട് റസൂലുള്ളാഹി മദീനയിലേക്ക് പോയതിനു ശേഷം മക്കയിൽ നിന്നും മദീന വരെ 450 കിലോമീറ്ററാണ്. അത്രയും കിലോമീറ്റർ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരു ഒട്ടകപ്പുറത്ത്, സെയ്ദ് റളിയല്ലാഹു അൻഹു മറ്റൊരു ഒട്ടകപ്പുറത്ത് എന്നിട്ട് യാത്ര ചെയ്യുകയാണ് മക്കയിൽ നിന്നും മദീനയിലേക്ക്. ശത്രുക്കളൊന്നും കടന്നു വരാൻ സാധ്യതയില്ലാത്ത വിജനമായ വഴിത്താരയിലൂടെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കൊണ്ടുപോകുമ്പോ ഇസ്ലാമിന്റെ ഒരു ശത്രു ഒളിഞ്ഞിരുന്നു കൊണ്ടത് കണ്ടു. അയാള് ഒരു മലമുകളിൽ കയറിയിട്ട് വിളിച്ചു പറഞ്ഞു, ഇസ്ലാമിന്റെ ശത്രുക്കളെ, മുഹമ്മദിനെ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ? ധൈര്യമായി ഓടി വന്നോ. മുഹമ്മദിനെ കിട്ടിയില്ലെങ്കിൽ എന്താ? മുഹമ്മദിന്റെ പൊന്നുപോൽ ഫാത്തിമ ഇതാ മദീനയിലേക്ക് യാത്ര പോവുകയാണ്. അതുകൊണ്ട് ആ ഫാത്തിമയെ കൊല്ലാ സമയമായി. അതുകൊണ്ട് ശത്രുക്കളെ നിങ്ങൾ ഓടി വന്നോ എന്ന് ആ ഇസ്ലാമിന്റെ ശത്രു വിളിച്ചു പറഞ്ഞപ്പോൾ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു ധൈര്യസമേതം ആ ഒരു ശത്രുവിന്റെ മുമ്പ് ചാടി ഇറങ്ങിയിട്ട് പറഞ്ഞു, നീ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്? എന്റെ റസൂല് വിശ്വസിച്ചുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് സുരക്ഷിതമായി ഞാൻ മദീനത്ത് കൊണ്ടെത്തിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. നമ്മളെ പോലെ ഇറച്ചിക്കോഴി തിന്ന് വയറു വലുതായ അല്ലെങ്കിൽ മസില് വെച്ച ചെറുപ്പക്കാരനായിരുന്നില്ല സെയ്ദ് റളിയല്ലാഹു അൻഹു. നല്ല തന്റെയിടവും ചുറുചുറുക്കും ആരോഗ്യവുമുള്ള ചുണക്കുട്ടനായിരുന്നു. ഇന്ന് അങ്ങനെയുള്ള ചെറുപ്പക്കാർ വളരെ കുറവാണ്. വീട്ടിൽ കിടന്ന് വല്ല പാത്താളമൊക്കെ അടിക്കും, ജംഗ്ഷനിലൊക്കെ നിന്ന് ഇങ്ങനെ കൂട്ടുകാരെ തോളത്തൊക്കെ ഇട്ട് പോലീസ് വണ്ടി ഉണ്ടാ എപ്പോ വീടെത്തിന്ന് ചോദിച്ചാൽ മതി.
രണ്ടുപേരും കൂടി അടിയാവുമെന്ന് കണ്ട. പണ്ടൊക്കെ 11 മണി ആയാലും റോഡിൽ എന്തൊരു തിരക്കായി. ഇന്നിപ്പോ 7 മണി കഴിഞ്ഞാൽ ആരും കാണാനില്ല, എല്ലാത്തിനും പേടിയാ എന്ന് പറഞ്ഞ് നാട്ടിലിറങ്ങി അടി ഉണ്ടാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. മുസ്ലിം ചെറുപ്പക്കാർക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കൽ ഇസ്ലാമിൽ പെട്ടതാണ്. ആരോഗ്യ സംരക്ഷണം നല്ലതാണ്. അത് വളരെ നമ്മൾ ഇച്ചിരി നടക്കുകയും ഓടുകയും ചാടുകയൊക്കെ ചെയ്യണം. ഞാൻ എൻ്റെ വീട്ടിൽ കൊച്ചുകുട്ടികൾ, എൻ്റെ താത്താടെ മക്കൾ, എൻ്റെ ഇക്കാടെ മക്കളൊക്കെ വിളിച്ച് താഴെ പാടയിൽ മടൽ വെച്ച് ക്രിക്കറ്റ് കളിക്കുന്ന ആളാണ്. പ്രസംഗം ഇല്ലാത്തതിൻ്റെ നല്ല പകൽ സമയത്തൊക്കെ ചിലപ്പോഴൊക്കെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ. എന്തിനാണെന്നറിയോ? നമ്മളിങ്ങനെ പ്രസംഗത്തിന് പോകുമ്പോൾ പടവം കൂടുകാർ സ്നേഹം കൊണ്ട് കുടിക്കി കുസിയാരേ എന്ന് പറഞ്ഞ് കരിക്കും വെള്ളമോ നാരങ്ങ വെള്ളമോ അതും ഇതൊക്കെ വാങ്ങിച്ച് ഒന്ന് കുടിച്ച് അവസാനം വയറ് പ്രസംഗപീഠത്തിലെത്തണമെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഓട്ടം പിടിക്കാൻ വരണം. ആ രീതിയിൽ വയറ് വലുതാവും. അതുകൊണ്ട് ഇച്ചിരി ഓടയും ചാടയൊക്കെ വേണം. പിന്നെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മിഷ്യന്റെ കാലമല്ലേ. ചാനൽ തുറന്നാൽ ഉമ്മാമാരെ പരസ്യമാണ്. ഉമ്മാമാരെന്താ പറയണം? മിഷൻ ബെൽറ്റിന്റെ പരസ്യത്തിലും പിന്നെ വയറ് കുറയ്ക്കണ പിന്നെ മിഷന്റെ പരസ്യത്തിലും ഉമ്മാമാര് പറയാ, ഞാൻ 70 വയസ്സുള്ള കൂതറ കിളവിയായിരുന്നു, ഇത് ധരിച്ചതിന് ശേഷം ഞാനിപ്പോൾ 20 വയസ്സുള്ള ചുണക്കുട്ടിയായി. ഇത് കേൾക്കുമ്പോൾ പടം കൊടുത്ത താത്ത പറയും, മച്ചാ പ്ലീസ് ഒന്ന് വാങ്ങിച്ചു മച്ചാ, ഒരു മോതിരം പണയം വെച്ചാലും കുഴപ്പമില്ല, എനിക്ക് ആ മിഷൻ മതി. വീട്ടിനകത്ത് ഓടണ മിഷൻ, ആ മിഷനും കാണാൻ വീട്ടിൽ വാങ്ങിച്ചു വെച്ച് തറാവീന് വേണം ഉപ്പാപ്പ പോലെ അറിയാതെ കാലം കാണാൻ തൊട്ടുപോയാൽ വിത്ര നിസ്കാരം തീർന്നാലും അള്ളാണ് ഇറങ്ങി വരാൻ പറ്റത്തില്ല. അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, ഓഫാക്കാനും ഓണാക്കാനും അറിയണ്ടേ. അപ്പൊ ഇത് പുതിയ മിഷനാണ്. നമ്മുടെ വീടുകളില്ലാത്ത സാധനം ഇല്ലല്ലോ. നേരം വെളുക്കുമ്പോ വരും, ബെല്ലടിക്കും. ആരാ? ഞാൻ ആ ഡിസ്കുസ് കമ്പനിയിൽ നിന്ന് വരികയാണ്, പുതിയ ക്യാൻസർ വരാത്ത ചെരുപ്പുമായിട്ട് കൊണ്ടുപോകും. നിങ്ങൾ വീട്ടിൽ എത്ര പേരുണ്ട്? ഞാനും അമ്മായി മാത്രമേ ഉള്ളൂ. അപ്പൊ 2 ജോഡി ചെരുപ്പ് എടുക്കണ്ടേ? വേണ്ട, 1 ജോഡി മതി. എന്താ? അമ്മായി തള്ള എങ്ങനെയായാലും മരിക്കും, ക്യാൻസർ വന്നാലും കുഴപ്പമില്ല, റാഹത്തോട്ട് പോയാൽ. അങ്ങനെ ക്യാൻസർ വരാത്ത ചെരുപ്പ്, കിഡ്നിക്ക് അസുഖം വരാത്ത ചെരുപ്പ്, പിന്നെ സ്വിച്ചിൽ വെച്ച് വെള്ളം തിളപ്പിക്കണ ആ അടുപ്പ്. കറണ്ടിന്റെ അടുപ്പല്ലേ താത്തമാർക്കൊന്നും വലിയ ഇഷ്ടം. അതാകുമ്പോൾ ഒന്നും അറിയേണ്ട, അടുത്ത് വെച്ച് സ്വിച്ചം കിട്ടു കൊടുത്താൽ ഞങ്ങൾ ഇങ്ങ് വന്നോളൂ. അരമണിക്കൂർ തിളപ്പിച്ചാൽ സുബ്ഹാനല്ലാഹ് മച്ചാക്ക് പിന്നെ കുളിക്കേണ്ടി വരില്ല, ഒറ്റ കുളി, അതോടുകൂടി അങ്ങ് അടക്കാം. അത്രയ്ക്ക് തിളച്ചു വരും വെള്ളം. അപ്പൊ ഇതൊക്കെയാണ് വാങ്ങി വീട്ടിന്റെ അകത്ത് വെച്ചിരിക്കാൻ. എല്ലാ മിഷനും എല്ലാ യന്ത്രങ്ങളും നമ്മുടെ വീട്ടിന്റെ അകത്തുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മനുഷ്യനെന്ത് ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാറില്ല. പലപ്പോഴും ജോലി ചെയ്യുന്നത് മനുഷ്യരല്ലോ, യന്ത്രങ്ങളാണ്. നടക്കാനും ഓടാനും എന്റെ സഹോദരങ്ങളില്ല. മ്യൂസിയത്ത് ഓടാൻ പോകുന്ന ചെറുപ്പക്കാരുണ്ട്, അവർ ഓടാൻ പോകുന്നതല്ല, ഓടുന്ന പെൺകുട്ടികളെ നോക്കാൻ പോകുന്നതാണ്. അങ്ങനെയുമുണ്ട് കുറെ വില്ലന്മാര്. വൈകുന്നേരവും രാവിലെയും മ്യൂസിയത്തിൽ ചെന്നാ കാണാം, കിലോമീറ്ററുകളോളം ഓടാൻ പറഞ്ഞ് നടക്കാൻ പറഞ്ഞ് ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് ഓടുന്നവരുണ്ട് ആരോഗ്യം സംരക്ഷിക്കാൻ. അതുകൊണ്ട് എന്റെ സഹോദരാ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിക്കു വേണ്ടി, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി, ഇബാദത്തിന് വേണ്ടി ആരോഗ്യം ചെലവഴിക്കുന്ന കരുത്തുറ്റ യുവത്വമായി സമുദായത്തിന്റെ യുവത്വം മാറണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആരോഗ്യ സംരക്ഷണം അനിവാര്യം. ഇന്ന് ആരോഗ്യം അതിനല്ല, കൊട്ടേഷൻ ടീമിനാണ്. നേരം വെളുക്കുമ്പോൾ ചോദിക്കും ആരെ കൈവെട്ടണം, ആരെ കാല് വെട്ടണം. ഓരോ രാഷ്ട്രീയക്കാരന്റെ കീഴിലും 10ഉം 15ഉം ഗുണ്ടകൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വാപ്പമാർക്കും ഇഷ്ടം അതാണ്. 5 മക്കളുണ്ടെങ്കിൽ ഒരാൾ ഗുണ്ടയായിരിക്കും, ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ എന്നെ ഇട്ട് ഞോണ്ട്. പൊതുയോഗത്തിനൊക്കെ പോയി എന്തെങ്കിലും എഴുതി പറഞ്ഞാൽ അയാളെ ഒന്നും പറയില്ല, അയാളെ ഇളയ മോൻ വള്ളി കൊടുത്ത് അമ്പലം വയ്ക്കും, ഉണ്ടല്ലേ എന്ന് പറഞ്ഞാൽ ആരും ഒന്നും പറയത്തില്ല. എല്ലാവർക്കും ഇഷ്ടം ഒരുത്തൻ ആലിമാണെങ്കിൽ, ഒരുത്തൻ ജാഹിലാണെങ്കിൽ, ഒരുത്തൻ ഗുണ്ടയാകണം. ഇപ്പൊ പിന്നെ കന്യാകുളങ്ങളുടെ ഭാഗത്ത് പ്രസംഗിക്കാൻ പോയപ്പോ ദുആവസിയത്ത് ചെയ്ത് അവിടം വരെ മുടി വളർത്തിയ ഒരു സഹോദരൻ, ഉസ്താദെ ബിസിനസിന്റെ പുരോഗതിക്ക് ദുആ ചെയ്തു. ഞാൻ ചോദിച്ചു എന്താണ് ബിസിനസ്? ഞാനൊരു ചെറിയ ഗുണ്ടയാണ്. അള്ളാഹു മനസ്സിൽ ഈ ഗുണ്ടാവൽ ഗുണ്ടാന്ന് ദുആ ചെയ്യാൻ പറ്റും? എന്തൊരു രംഗമാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിച്ചോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യ നബിതങ്ങളുടെ മനസ്സിൽ നിന്ന് അല്പമെങ്കിലും അകലത്തേക്ക് മാഞ്ഞുപോയത്, മനസ്സിൽ നിന്നല്ല ശരീരത്തിൽ നിന്ന്, തന്റെ കണ്ണിൽ നിന്ന് അല്പമെങ്കിലും ദൂരത്തേക്ക് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അകന്നു പോയത് എപ്പോഴെന്നറിയോ? ഹിജ്റയുടെ വേലയാണ്. ശത്രുക്കളതാ ആയുധങ്ങളുമായി സജ്ജരായി രംഗത്ത് വരാൻ പോകുന്നു. ഒരു ശത്രു അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളെ തടഞ്ഞു നിർത്തുകയാ. സയ്യിദ് റളിയല്ലാഹു അൻഹു എന്ന ചുണക്കുട്ടൻ പറയുന്നു, നീ എന്റെ ഫാത്തിമയുടെ ദേഹത്ത് തൊടൂല. ഞാൻ ആരെന്നറിയോ? റസൂലുള്ളാഹിയുടെ ജീവിതം കണ്ട് വളർന്നവനാണ്. ഉമ്മയുടെയും ഉപ്പയുടെയും കയ്യിൽ നിന്ന് കുഞ്ഞുനാളിൽ കൊള്ളക്കാര് പിടിച്ചുകൊണ്ടുപോയി ഒരു സഹാബി അടിമച്ചന്തയിൽ നിന്ന് വാങ്ങി അല്ലാഹുവിന്റെ റസൂലിന് കൊണ്ടുകൊടുത്തു സമ്മാനിച്ചതാണ് സെയ്ദിനെ. ആ
സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ വന്ന് വിളിച്ചപ്പോ, ഉപ്പ വന്ന് വിളിച്ചപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സയ്യിദേ പൊയ്ക്കോ, നിന്നെ കാണാതെ വേദനിച്ചിരിക്കുന്ന, നീ ഇല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളുടെ മനസ്സിന്റെ ദുഃഖം മാറ്റാ എന്റെ പ്രിയപ്പെട്ട സയ്യിദേ, നീ മടങ്ങിപ്പോണമെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞതെന്താ? അന്തവും മുന്നംബൂ മാറൈനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഉമ്മ എനിക്ക് തന്ന സ്നേഹത്തെക്കാൾ, എന്റെ ഉപ്പ എനിക്ക് തന്ന സ്നേഹത്തെക്കാൾ ഏറ്റവും വലിയ സ്നേഹം എനിക്ക് തന്നത് അങ്ങാണ് നബിയേ. അതുകൊണ്ട് എന്നെ പോകാൻ പറയില്ല റസൂലേ എന്ന് പറഞ്ഞ് ആരംഭപ്പൂവായ നബി തങ്ങളുടെ കൂടെ കടിഞ്ഞു പോലെ ചെയ്ത് ഇസ്ലാമിന്റെ ശത്രുവിനോട് പറയുന്നു, റസൂലുള്ളാഹിയുടെ മനസ്സിന്റെ മാണിക്യക്കല്ലായ കരളിന്റെ കഷണമാരെ എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഫാത്തിമ റളിയല്ലാഹു അൻഹ തൊടാൻ നിനക്ക് കഴിയില്ലടാ എന്ന് പറഞ്ഞിട്ട് സയ്യിദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ശത്രുവിനോട് വെല്ലുവിളി മുഴക്കുമ്പോ മൂർച്ചയേറിയ വാളെടുത്തുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇരിക്കുന്ന ഒട്ടകത്തിന്റെ കൈയും കാലും ആ ഇസ്ലാമിന്റെ ശത്രു അതാ വെട്ടി അരിയുകയാ. ഫാത്തിമ റളിയല്ലാഹു അൻഹ മരുഭൂമിയിലേക്ക് മൂക്കുകുത്തി വീഴുകയാണ്. സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ, ഇവന്റെ കാര്യവും ഇവന്റെ കൂടെ വരുന്ന ശത്രുക്കളുടെ കാര്യവും ഞാൻ ഏറ്റുകൊള്ളാം, പക്ഷേ നീ പൊയ്ക്കോ ഫാത്തിമ. മദീനയുടെ മലർവാടിയുടെ പൂന്തന്നലായ നബി നിങ്ങൾ നിന്നെ കാണാതെ സങ്കടത്തോടെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫാത്തിമ, ഈ വഴിത്താരയിലൂടെ സഞ്ചരിക്കണമെന്ന് പറയുമ്പോ മക്കയിൽ നിന്ന് മദീന വരെ 480 കിലോമീറ്റർ ആണെങ്കിൽ വളരെ കുറഞ്ഞ കിലോമീറ്ററുകൾ മാത്രമാണ് ഫാത്തിമ റളിയല്ലാഹു തആല സഞ്ചരിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള കിലോമീറ്ററുകൾ മുഴുവനും ഒട്ടകമില്ലാതെ, വാഹനമില്ലാതെ, വേച്ച് നടന്നുകൊണ്ട്, തളർന്നുകൊണ്ട്, ക്ഷീണിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ പൊന്നുമോള് മദീനയിലെത്തുമ്പോ അല്ലാഹുവിന്റെ റസൂൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു. വഖാമ ഇലൈഹാ. അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കണ്ടപ്പോ എഴുന്നേറ്റ് നിൽക്കുകയാണ്, വാരിപ്പുണരുകയാണ്, തലയിലേക്ക് മുത്തം കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ കണ്ണുനീര് തുടച്ചു കൊടുക്കുകയാണ്. 400 കിലോമീറ്ററുകളോളം നടന്ന് മക്കത്തെത്തിയ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അണികളായ, അനുയായികളായ എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, ആ മഹനീയായ മഹിളാ രംഗത്തെ മറന്നുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗം കിട്ടുമെന്ന് മോഹിക്കണ്ടവന്റെ ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ ലോകത്ത് സമർപ്പിച്ച, ഈ ലോകത്ത് സമ്മാനിച്ച ഗുണപാഠം സ്വീകരിക്കാറ് സ്വർഗത്തിന്റെ കവാടം നിനക്ക് തുറന്നു തരുമെന്ന പ്രതീക്ഷ വേണ്ട പടവങ്കോട്ടത്തെ പെങ്ങളെ. അതുകൊണ്ട് പഠിച്ചോ, ആ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒന്നാമത്തെ ഗുണപാഠം പഠിച്ചോ. എന്താണ് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തരുന്ന, പഠിപ്പിച്ചു തരുന്ന ഒന്നാമത്തെ ഗുണപാഠം എന്തെന്നറിയോ? ഇത് ഞാൻ പറയുമ്പോ എന്റെ സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയാണ്, ഉറപ്പായിട്ടും നിങ്ങൾ തീരുമാനിക്കണം, ഈ ഗുണപാഠം നിങ്ങൾ പ്രാവർത്തികമാക്കുമല്ലോ. പടവങ്കോട് ദുആയ്ക്ക് ഉത്തരവുള്ള പരിശുദ്ധമായ പവിത്രമായ പള്ളി നാളിതുവരെ ഈ പള്ളിയുടെ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ അതൊക്കെ പരിപൂർണമായ വിജയത്തിലെത്തിയ ചരിത്രമല്ലേ പടവങ്കോടുള്ളത്. ഈ പള്ളിയുടെ മുറ്റത്ത് ഇത്രത്തോളം വിശാലമായ ഒരു ഓഡിറ്റോറിയത്തിന്റെ പണി നടക്കാൻ പോകുമ്പോ അതിന്റെ പണി ഇങ്ങനെ തുടർച്ച ഇങ്ങനെ എത്തി നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര ഭംഗിയാണ് ഈ പള്ളിക്കകത്തേക്ക്. അല്ലാഹുമ്മ അഫ്തഹി ലീ അബ്വാബ റഹ്മതിക എന്ന് പറഞ്ഞുകൊണ്ട് വലതുകാലെടുത്ത് വെച്ചുകൊണ്ട് കിടക്കുമ്പോ എത്ര റാഹത്താണ് മനസ്സിന് തരുന്നത്. ഒരൊറ്റ വഖത്ത് നിസ്കാരമായ മഗ്‌രിബ് മാത്രം ഈ പള്ളിക്കകത്ത് നിന്ന് നിസ്കരിച്ച എന്റെ മനസ്സിന് പോലും കുളിർമ തോന്നിപ്പോയെങ്കിൽ ആ പള്ളിയുടെ മഹത്വം അറിയാറ്
ഒരാഴ്ച 40 വട്ടം പള്ളിയുടെ മുമ്പിലൂടെ മടപ്പ് കെട്ടി സിഗരറ്റും വലിച്ച് ശംഭുവും സൈനികരിയും ലഹരിയുമല്ല നിന്റെ വാക്യകത്ത് തിരികിയിട്ടുകൊണ്ട് നടന്നു പോകുമ്പോ ഈ പള്ളിക്കകത്ത് എന്താ നടക്കുന്നതെന്ന് തിരിഞ്ഞു നോക്കാ നേരമില്ലാത്ത ചെറുപ്പക്കാരാ. ഇന്നലെയും കണ്ടുമോനെ കൊല്ലം സിയാറത്തുമൂടെ പള്ളിയിലേക്ക് വാതിന് പോകുമ്പോ ഹൈവേയുടെ ഭാഗത്തൊരു വാഗനർ എന്റെ പ്രിയപ്പെട്ടവരെ ഇടിച്ചു തകർന്ന് തരിപ്പണമായി. അതിൻ്റെ അകത്തുള്ളവർക്ക് ഒരാൾക്ക് പോലും ജീവനോടുകൂടി രക്ഷപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള അപകടം കണ്ട് കണ്ണ് നിറഞ്ഞു പോയവനോ. ഹൈവേയുടെ സൈഡിൽ ഞങ്ങൾ വാതിന് പോകുമ്പോ കാണാ ഓരോ അരമണിക്കൂർ കഴിയുമ്പോൾ ശീറിപ്പാഞ്ഞുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് പരക്കം തായുന്ന കിംസിലേക്ക്, ഓസ്ലോയിലേക്ക്, അനന്തപുരിയിലേക്ക് പൊന്നുമോളെ ജീവിതത്തിന് വേണ്ടി പരക്കം തായുന്ന നൂറുകണക്കിന് വാഹനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ പടവങ്കോട്ടത്തെ ചെറുപ്പക്കാരാ, നിനക്ക് സുഖം കൂടിപ്പോയോ, സന്തോഷം കൂടിപ്പോയോ, പവർ കൂടിപ്പോയോ, ആരോഗ്യം കൂടിപ്പോയോ? അള്ളാന്റെ പള്ളിയെ വെറുക്കാൻ മാത്രം എത്ര തെറ്റാണ് എന്റെ പ്രിയപ്പെട്ടവരെ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്തു പോകാൻ മാത്രം റഹ്മാനായ പടച്ചറപ്പ് നമ്മളോട് വല്ല ക്രൂരതയും ചെയ്തിട്ടുണ്ടോ?